ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാം ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു എരിക്കുമരമാണ്. എരിക്കുമരത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊരു സാധനം കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാവുന്ന കൂട്ടുകാരെല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോണേ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന കൂട്ടുകാരും ഇത് കണ്ടിട്ടുള്ള കൂട്ടുകാരും എല്ലാവരും ഒന്ന് വേഗം കമൻറ്റ് ചെയ്തോണം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ലേ, ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബർ പോലെയാണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. പക്ഷേ അത് കുക്കുംബറിൻ്റെ വേറൊരു മോഡൽ കാട്ടു കുക്കുംബറാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, ഈ മുഴുവൻ ഇത് കായ്ച്ച് കിടപ്പുണ്ടേ. അത് നല്ല ചെറിയ ബോൾസ് മാതിരി നീളത്തിലല്ല കിടക്കുന്നത്, ചെറിയ മുട്ട മാതിരി ഇരിക്കുന്നത് കണ്ടില്ലേ. ശരിക്കും ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുക്കുംബർ ഇങ്ങനെ ചെറുതായിരിക്കും, അതിങ്ങനെ വലുതായി വരുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് പറിച്ചു നോക്കിയത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായി ഇത് കാട്ടു കുക്കുംബറാണ്. കാരണം അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വായിലൊന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വായിൽ വെക്കാൻ പറ്റത്തില്ല, അതുപോലെ കയ്പാട്ടോ. അപ്പോൾ പിന്നെ വായിൽ ധൈര്യത്തോടെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പശുക്കളൊക്കെ പോകുമ്പോൾ പശുവെല്ലാം ഇത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് വായിൽ വെച്ചാൽ നമ്മൾ വിഷമൊന്നും അല്ലാന്ന്. അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായത്. ഇനി വിഷം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലേ. അപ്പോൾ കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കയ്യിൽ പറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ചെറിയ മുള്ള് പോലെയുണ്ട്, ചെറിയ തരിതരിപ്പ് പോലെ മുള്ളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധാരണ നാട്ടിൽ നമ്മുടെ സാധാരണ കുക്കുംബറിന് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് മനസ്സിലായി ഇത് കാട്ടു കുക്കുംബർ ആയിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ഇതുപോലെ റോഡ് സൈഡിലും ഇതുപോലെ കാട് പിടിച്ച സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. കണ്ടില്ലേ, എരിക്കുമരത്തേൽ ഫുള്ള് ഇതിങ്ങനെ കയറി പോയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ് അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ വേണ്ടിയേ. അപ്പോൾ അങ്ങനെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രണ്ടെണ്ണമൊക്കെ പറിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മുറിച്ച് നോക്കി കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാരെല്ലാവരും വേഗം കമൻറ്റ് ചെയ്തോളേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.